ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. ഇന്ന് SSF സാഹിത്യോത്സവത്തിൻ്റെ 3ാമത്തെ ദിവസമാണ്. ഓരോ ദിവസത്തെയും അപ്ഡേഷൻ ഞാൻ തരുന്നുമുണ്ട്. പക്ഷേ 8, 9, 10 തീയതികളിലാണ് അവിടെ പരിപാടികൾ നടക്കുക. പക്ഷേ ഈ 4-ാം തീയതി തുടങ്ങി 10-ാം തീയതി വരെയുള്ള ഓരോ കാര്യങ്ങളും ഞാനിവിടെ എൻ്റെ ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ SSFും SYSൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശരിക്കും പറഞ്ഞാൽ SSFിനെ കുറിച്ചും SYSനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നത്. കാരണം നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഘടനയെ നമുക്ക് പറയാനും വർണ്ണിക്കാനും വാക്കുകൾ ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ കടയുടെ മുന്നിൽ SSFിൻ്റെ കൊടിയും അതുപോലെ തന്നെ ഒരു പോസ്റ്ററും കണ്ടിരുന്നു. ആ ഒരു പോസ്റ്ററും കൊടിയും വെച്ചപ്പോൾ തന്നെ എനിക്ക് എന്താണെന്നല്ല ഭയങ്കര രോമാഞ്ചമായിരുന്നു. എനിക്കൊരിക്കലും എൻ്റെ സാഹിത്യത്തെയോ അല്ലെങ്കിൽ എൻ്റേതായ കഴിവിനെയോ എനിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് അതിന് മാത്രമുള്ള കഴിവുകളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് അവരുടെ ഉള്ളിലുള്ള കലാവാസനയെ വാർത്തെടുത്ത് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണല്ലോ ഈ SSFിലൂടെ വരുന്ന വരിയും വരയും വാക്കും നാക്കിലൂടെ തന്നെ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ഇരുട്ടിനെ തന്നെ ഇല്ലാതാക്കാൻ ആ ഒരു SSFിൻ്റെ സാഹിത്യോത്സവത്തിന് അല്ലെങ്കിൽ SSFിൻ്റെ മക്കൾക്ക് കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ സാഹിത്യോത്സവം. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ മക്കളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിപ്ലവം ഉണ്ടാക്കുക എന്ന് പറയും. അത് എന്ത് വിപ്ലവമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞോ, വടിയും വാളും വെട്ടും കുത്തും കൊണ്ടൊരു വിപ്ലവം ഉണ്ടാക്കുകയില്ല. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ കഴിവിനെ, അവരുടെ ഉള്ളിലുള്ള അവരുടെ സാഹിത്യത്തെയും അവരുടെ വരയെയും അവരുടെ മനസ്സിലുള്ള ചിന്തകളെയും ഒക്കെ ഉണർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതൊക്കെ പുറത്തു കൊണ്ടുവന്ന് ആ ഒരു വരിയിലെയും വാക്കിലെയും അതുപോലെ അവരുടെ നാവിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഒക്കെ ഓരോ മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ ചിന്തിപ്പിക്കാനും ചിന്തിച്ചുകൊണ്ടിരിക്കാനും ഉള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ SSFിൻ്റെ ഈ ഒരു സാഹിത്യോത്സവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന. അതുതന്നെയാണ് ഉസ്താദും ആഗ്രഹിച്ചത്. അല്ലാതെ വടിയും കുത്തും വാളും മയക്കുമരുന്ന് ഡ്രഗ്സ് ഇതിലൊന്നും അടിമപ്പെട്ടു പോവാതിരിക്കുന്ന ഒരു കൂട്ടം സമൂഹം ഉണ്ടെങ്കിൽ അത് ഉറപ്പായും ഈ SSFിലെ മക്കളായിരിക്കും. ഈ SSFിൽ പഠിച്ചിറങ്ങിയ ആ യുവാക്കൾ ഒരിക്കലും ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ ചീത്ത ചിന്താഗതിയിലേക്കോ പോവില്ല. ഒരു അധ്യാപകനോട് എങ്ങനെ സംസാരിക്കണം, ഒരു നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് പ്രായമായവരോട് എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ തൻ്റെ കൂടെ പിറന്ന ചേച്ചിനെ പോലെ തന്നെ ഒരു ചേച്ചിയെ കാണുകയാണെങ്കിൽ അവരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം കൃത്യമായിട്ട് അവർക്കൊരു അവരുടെ ആ ചോരയിൽ തന്നെ അലിഞ്ഞു കഴിഞ്ഞു ബഹുമാനം എന്നുള്ളത്. ഇങ്ങനെ ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ നമ്മൾ വളർത്തിയെടുത്തിട്ടാണ് അതിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ, അത് നമുക്കൊരിക്കലും നമുക്ക് ചേന്ന് പറയിപ്പിക്കാൻ കഴിയില്ല. ഒരിക്കലും നമ്മൾ ചേന്ന് പറയത്തുമില്ല. അപ്പം ഞാൻ ഇന്നിപ്പം ഇവിടെ നിന്ന് ഞാൻ വീട്ടിൻ്റെ അകത്ത് നിന്ന് സംസാരിക്കുകയാണ്. എനിക്ക് കുറച്ച് നേരം SSFിനെ കുറിച്ച് സംസാരിക്കുന്നത് വെച്ചിട്ട് ഇപ്പം ഞാനിനി ഇപ്പം രാവിലെ ഞാൻ കടയിൽ പോകുന്നു. ഉണ്ണിയപ്പ കച്ചവടമാണല്ലോ എനിക്ക്. ഉണ്ണിയപ്പവും ഉച്ചയ്ക്ക് ഊണുമുണ്ട്. നമ്മുടെ ജീവിത മാർഗമാണത്. അതിനിടയിലാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയും ഇടുന്നത്. കാരണം നമുക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. മരണത്തിനെ വരെ ഞാൻ കൂട്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഞാൻ ജീവൻ വേണ്ട എന്ന് വരെ ഞാൻ വിചാരിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കൊക്കെ അതിൽ നിന്നൊക്കെ മോചനം എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ SYSും SSFിൻ്റെയൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങൾ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, ഒരുപാട് ഉസ്താദുമാരുണ്ട്. ഇപ്പം ഉസ്താദിൻ്റെ പ്രിയ ശിഷ്യന്മാരുടെയൊക്കെ ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ജീവിക്കാനുള്ള പ്രേരണ നമ്മൾക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് നമ്മൾ അങ്ങോട്ടേക്കാണ് തിരിയേണ്ടത്. നമ്മൾ മരണത്തിനെ സ്നേഹിക്കുമ്പോൾ ആ മരണത്തിലേക്ക് തള്ളിവിടുന്ന എന്ത് ഒബ്ജക്റ്റാണോ ഉള്ളത് അതിനെ നമ്മൾ
എന്താ പറയുക, മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തൊരു ഒബ്ജക്റ്റാണോ നമ്മൾക്ക് കിട്ടുന്നത് അവരുമായി മുന്നോട്ട് പോവുക എന്നതാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലും പല വീഡിയോകളും ഒക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. പല പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചതിൽ ഈ വിദ്യാർത്ഥി സംഘടനയോട് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുമ്പോൾ അതിനെ നമ്മൾ കൗതുകത്തോടെ കണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച, അത് ശരിക്കും അത്ഭുതം തന്നെയല്ലേ. ഇനി ഞാനിപ്പം വീഡിയോസ് ഇട്ടിരിക്കുന്നത് പിന്നെ 4-ാം തീയതി മുതലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റാർട്ടിങ്, പിന്നെ സ്റ്റേജിൻ്റെ പണികൾ, പിന്നാമ്പുറ കാഴ്ചകൾ. അതായത് നമ്മൾക്കൊരു പരിപാടി നടക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റേജുകൾ, അതിൽ നല്ല കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള അക്ഷരങ്ങൾ, പിന്നെ വരികൾ, വാക്കുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നണിയിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതിനെയും കൂടെയാണ് ഞാൻ പകർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നിങ്ങളെല്ലാവരും കാണുക. ഒപ്പം തന്നെ ആ ഒരു കൂട്ടുകാരെയും ചേർത്ത് പിടിക്കുക. കാരണം ഉപജീവന മാർഗമായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു പ്രചോദനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അവരുടേതായ രീതിയിൽ ഒരു ജോലികൾ, കൂടുതൽ വർക്കുകൾ അവർക്കും കിട്ടും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, അവർക്ക് നല്ലൊരു വർക്ക് കിട്ടാനും അതുപോലെ തന്നെ അവരുടെ പിന്നെ വർക്കുകളെ അംഗീകരിക്കാനും നമുക്ക് കഴിയണം. എന്തായാലും ഞാനിപ്പം നേരെ എൻ്റെ കടയിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് വീഡിയോസ് ഞാൻ അവരെയും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അവരെയും കൂടെ ഉൾപ്പെടുത്താം. അപ്പോൾ നെല്ലറയുടെ നാടായ നമ്മുടെ പാലക്കാട് ഈ വർഷം SSFൻ്റെ 32ാമത്തെ സാഹിത്യോത്സവം നടക്കുകയാണ്, കേരള സാഹിത്യോത്സവം. അപ്പോൾ ഏവർക്കും സുസ്വാഗതം ചെയ്യുന്നു. എന്തായാലും പരിപാടികൾ ഗംഭീരമാവട്ടെ. എല്ലാ മക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.